നമസ്കാരം, മിനിയാസ് ഫെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഭരണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് കറക്റ്റായിട്ട് മുറുകിയിരുന്നില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകും അല്ലേ. അച്ചാറെന്നല്ല, നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുന്ന പാത്രങ്ങളുടെ അടപ്പ് ലൂസാണെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ടിപ്പാണ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു കുപ്പി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഇതുപോലുള്ള കുപ്പിയുടെയോ അതല്ലെങ്കിൽ ടിന്നിൻ്റെയോ പാട്ടയുടെയോ ഒക്കെ അടപ്പ് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ടൈറ്റ് ആക്കാം. അപ്പോൾ റബ്ബർ ബാൻഡ് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്ന പോലെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് നോക്കിക്കേ. കണ്ടോ, നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് കൊണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞുങ്ങളുടെ മരുന്നിൻ്റെയൊക്കെ ഈ ഒരു കുപ്പിയുടെ അടപ്പ് അത് മിക്കവാറും ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് പോകും. നമ്മളൊരു തവണ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടയ്ക്കാൻ നോക്കുമ്പോൾ തന്നെ അത് ലൂസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്നത് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. വലിയ റബ്ബർ ബാൻഡ് ആണെങ്കിൽ 2 ചുറ്റോ 3 ചുറ്റോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കണ്ടോ, ഇതേപോലെ നമ്മളങ്ങോട്ട് അടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് തന്നെ നല്ലപോലെ ടൈറ്റ് ആയത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇതുപോലെ മരുന്നൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഈ കുപ്പിയുടെ അടപ്പ് എങ്ങനെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ലീക്കായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ലീക്ക് ആയിട്ടുള്ളതാണെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2, ഞാനിപ്പോൾ ഇവിടെ ഒരു വാഷിംഗ് സോപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതുപോലെ തുണി അലക്കുന്ന സോപ്പൊക്കെ സാധാരണ തുണി അലക്കിയതിന് ശേഷം മിക്ക വീട്ടമ്മമാരും ആ കല്ലിൻ്റെ സൈഡിലേക്കാണ് വെക്കാറുള്ളത് അല്ലേ. അല്ലെങ്കിൽ സോപ്പ് ബോക്സിനകത്തിട്ടാണെങ്കിൽ പോലും കൂടി നമ്മൾ ആ കല്ലിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പോരും. അപ്പോൾ അത് മഴയൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അലക്കുന്ന വെള്ളമൊക്കെ തെറിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് അലുത്ത് പോകാനായിട്ടുള്ള നല്ല ചാൻസാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കുന്ന സോപ്പ് തീർന്നും പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണേ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വലിപ്പമുള്ള അടപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതെടുത്തിട്ട് ഈ സോപ്പിലേക്ക് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ഇതുപോലെ അലക്കി നമ്മൾ സോപ്പ് യൂസ് ചെയ്ത ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ അലക്ക് കല്ലുമായിട്ടും അതുപോലെ തന്നെ വെള്ളമായിട്ടൊന്നും ടച്ച് ആകത്തില്ല. അപ്പം സോപ്പ് പെട്ടെന്ന് അലുത്ത് പോകാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോളും. ഇതുകൊണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഈ സോപ്പ് തീരുന്നോടം വരെ ആ ഒരു ക്യാപ്പ് അവിടെ ഇരുന്നോളും. ഇളകി പോരുവോ അങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അലക്കാൻ വേണ്ടിയിട്ട് സോപ്പ് എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിപ്പം അലക്കുന്ന സോപ്പൊന്നല്ല, നമ്മൾ കുളിക്കുന്ന സോപ്പാണെങ്കിൽ പോലും കൂടി ഇതേപോലെ ചെയ്യുവാണെങ്കിൽ സോപ്പ് പെട്ടെന്ന് അലുത്ത് പോകത്തില്ല, പെട്ടെന്ന് തേഞ്ഞ് തീരത്തുമില്ല, കൂടുതൽ നാൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3, ഞാനിപ്പോൾ ഇവിടെ പഴയൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുക്കർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരുപാട് കറയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പാത്രമാണെങ്കിൽ കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കഴുകി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ അവിടെ ഇവിടെയായിട്ടൊക്കെ അല്പം കറയും പാടുകളും ഒക്കെ ആയിട്ട് തന്നെ ഇരിക്കും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും കളയണമെങ്കിൽ നമ്മുടെ സ്ക്രബ്ബർ കൊണ്ട് തന്നെ നമ്മൾ ഉരച്ച് കഴുകിയാൽ പോകത്തില്ല. അപ്പം ഇതൊരു കുറച്ച് പഴയ കുക്കറാണ്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒരുപാട് മഞ്ഞ കറകളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അനായാസം ക്ലീൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നാരങ്ങയാണ്. നല്ല നാരങ്ങയൊന്നും വേണമെന്നില്ല. നമ്മൾ ജ്യൂസിനൊക്കെ വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് നമ്മളിങ്ങനെ ഓരോ തവണ എടുക്കുമ്പോഴൊന്നും മാറ്റി ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ അതുപോലുള്ള ആണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്. പിന്നെ ഇതുപോലെ ചീഞ്ഞു പോയതും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലൊന്ന് ഈ കുക്കറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്നും 2 പ്രയോജനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 സ്പൂൺ ഉപ്പാണ്. 2 സ്പൂൺ ഉപ്പിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഈ കുക്കറിൻ്റെ ഉള്ളിലെ ഈ മഞ്ഞ കറകളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം തന്നെ ആ ഒരു കറയൊക്കെ പൂർണ്ണമായിട്ടും ഇവിടുന്ന് ഇളകി ഇങ്ങ് പോരും കേട്ടോ. അപ്പം ഞാനിതുപോലൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്കിതൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇത് ചൂടോടുകൂടി നമുക്കിത് അരിച്ചെടുക്കണ്ട. ഇത് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റണം. ഇതുകൊണ്ടും നമുക്ക് നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ വെള്ളം ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എണ്ണമെഴുക്കും അതുപോലെ മീനിൻ്റെയോ ഇറച്ചിയുടെയോ ഒക്കെ സ്മെല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കാവുന്നതേ ഉള്ളൂ. നല്ല പളപളാന്ന് തിളങ്ങുന്ന രീതിക്ക് തന്നെ നമുക്കിത് ക്ലീനാക്കി എടുക്കാം. നാരങ്ങയും ഉപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ കൂടി ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ക്ലീനായി കിട്ടും. നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ മാറ്റി വെച്ച കുക്കർ എടുത്തിട്ട് ആ നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെ നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ഒരു കറയെല്ലാം പോയി നന്നായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4. ഞാനിവിടെ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു 3-4 തുള്ളി വെളിച്ചെണ്ണ എടുക്കുന്നുണ്ടേ. ഈ വെളിച്ചെണ്ണ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തും സഹിക്കാം. പക്ഷെ ചിരിക്കുമ്പം മഞ്ഞ പല്ല് കാണുന്നത് മാത്രം സഹിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് പല്ല് തേച്ചാലും ആ മഞ്ഞ നിറം പോകത്തുമില്ല. പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പല്ല് കറക്റ്റായിട്ടുള്ളതല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഒരു കുറവ് തന്നെയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് എപ്പോഴും നമുക്കുണ്ടാവുന്നത് നമ്മുടെ അശ്രദ്ധ മൂലം കൊണ്ടാണ്. എന്നാൽ ഇനി മഞ്ഞപ്പല്ലോർത്ത് ടെൻഷൻ അടിക്കേണ്ട, ആരും കളിയാക്കും എന്ന് വിചാരിക്കുകയും വേണ്ട കേട്ടോ. നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അതിനുള്ള പ്രതിവിധി. അതിലൊന്നാണ് വെളിച്ചെണ്ണ. ഇതുപോലെ ഏതാനും തുള്ളി വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈവിരൽ കൊണ്ട് ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് നമ്മുടെ പല്ലിൽ നല്ലതുപോലെ ഒന്ന് അമർത്തി തടവി കൊടുക്കുക. എന്നിട്ടിത് കുടിക്കാനൊന്നും പാടില്ല. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് അമർത്തി ഒന്ന് തടവിയതിന് ശേഷം വെള്ളത്തിൽ കഴുകിക്കളയുക. അതിനുശേഷം നമ്മൾ സാധാരണ പല്ല് തേക്കുന്നത് പോലെ പല്ല് തേച്ചാൽ മതി കേട്ടോ. ഇത് ഒരു 3-4 ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ പല്ലിൻ്റെ മഞ്ഞക്കറ കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം. ഞാനതൊരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 5-6 തുള്ളി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒത്തിരി ചേർക്കേണ്ട, നമുക്കൊരു പേസ്റ്റ് രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും മതിയാകും. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പേസ്റ്റ് നമ്മുടെ പല്ലിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മതി. അത് കൂടുതലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് സാധാരണ എങ്ങനെയാണോ നമ്മൾ പല്ല് തേക്കുന്നത് അതേപോലെ നമുക്ക് പല്ല് തേക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പല്ലിൻ്റെ മഞ്ഞക്കറ തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും. പല്ലിൻ്റെ മഞ്ഞക്കറ കളയാനുള്ള അടുത്ത ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പഴത്തൊലി വെച്ചിട്ടാണ്. നമ്മളിതുപോലെ പഴം കഴിച്ചതിന് ശേഷം അതിൻ്റെ തൊലി വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറാണല്ലോ പതിവ്. എന്നാൽ ഈ പഴത്തൊലി കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് പല്ലിൻ്റെ മഞ്ഞക്കറ കളയുക എന്നുള്ളത്. ഇതുപോലെ നമ്മൾ പഴത്തിൻ്റെ തൊലി എടുക്കുക. തൊലി ഇങ്ങനെ എടുത്തതിന് ശേഷം പല്ലിൽ നല്ലതുപോലൊന്ന് ഉരച്ചു കൊടുക്കുക. ഏത് മഞ്ഞപ്പല്ലിനെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പഴത്തൊലി. പക്ഷേ ഇത് പലർക്കും അറിയത്തില്ലെന്ന് മാത്രം. ഇതിലടങ്ങിയിരിക്കുന്ന ധാതുക്കളും മഗ്നീഷ്യവും പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ഇത് പല്ലിന് വെളുപ്പ് നിറം നൽകുന്നതിന് സഹായിക്കുന്നു. ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഫലം അറിയാൻ പറ്റും. പഴത്തൊലി വെച്ചിട്ടുള്ള മറ്റൊരു ടിപ്പ് കൂടെ പറഞ്ഞു തരാട്ടെ. ഇതുപോലെ നിറം മങ്ങി ഉപ്പുകറയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പഴത്തൊലി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പുകറയൊക്കെ പോയിട്ട് പാത്രം നല്ല അടിപൊളിയായിട്ട് തിളക്കം കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 6. ഞാനിവിടെ കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് മുട്ടയുടെ ആ ഒരു തോടൊക്കെ നല്ലതുപോലെ ഇളകി വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാറുണ്ടല്ലേ, അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുന്നത് അങ്ങനെ ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സവാളയുടെ തൊലിയാണ്. ആ സവാളയുടെ തൊലി ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 സവാളയാണ് എടുക്കുന്നത് എങ്കിൽ ആ 2 സവാളയുടെ തൊലി ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് മുട്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം. മുട്ടയെല്ലാം ഇതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തോടെല്ലാം പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല, വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല, മറ്റു ഒരു രീതിയിലും നമുക്ക് തോട് പൊളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതില്ല. ഇതുപോലെ നമ്മൾ ആ എടുക്കുന്ന സവാളയുടെ തൊലി ഇട്ട് കൊടുത്താലും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ മുട്ടയുടെ തോല് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 7. ഞാനിവിടെ സെറാമിക്കിൻ്റെ ഒരു പ്ലേറ്റ് പൊട്ടിപ്പോയതാണ്. അതിൻ്റെ പീസുകളാണ് ഈ എടുത്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനൊരു പ്ലേറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ ഒരു തുണ്ടുകളെല്ലാം കൂടെ നമ്മൾ കുപ്പയിലെറിയാറാണ് പതിവ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊരു കാര്യങ്ങളും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ഇനി മുതൽ അങ്ങനെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് കുപ്പയിലെറിയാൻ വേണ്ടിയിട്ട് വരട്ടെ, നമുക്ക് കിടിലൻ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇതിൽ നിന്നും ഏറ്റവും നല്ല ഷേപ്പുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിനുപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂർച്ചയൊന്നും ഇല്ലാത്ത നമ്മുടെ കത്തിയൊക്കെ ഉണ്ടല്ലോ, കത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കളയാവുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടോ ഈസി ആയിട്ട് ഇങ്ങനെ ഉരച്ച് നമ്മളിങ്ങനെ മൂർച്ച കൂട്ടിയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരെണ്ണം നമ്മൾ കിച്ചണിൽ എവിടെയെങ്കിലും ഒന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.